കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ വന്ദനമറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ ആത്മീയ സമ്മേളനത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി അനുഗ്രഹീതാത്മീയ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നവർ, ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ വിപിൻ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഈ മാസം മുഴുവനും പ്രാർത്ഥനയിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുവാൻ ഒരു വളരെ ആഴമേറിയ തീമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനോടനുബന്ധമായി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ പ്രേരണ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കത്രേ വേണ്ടത്. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. ഫിലിപ്പിയ ലേഖനം പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ട ഒരു ലേഖനമാണ്. കാരാഗ്രഹ ജീവിതത്തിൽ താനായിരിക്കുമ്പോൾ തന്നെ കാണാൻ വന്ന 4 ശിഷ്യന്മാരിൽ ഒരാളായ എപ്പഫ്രാസിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്ന വളരെ തീവ്രമായ ഒരു ചിന്തയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അന്തർലീനമായിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തെ നമ്മൾ സസൂക്ഷ്മം വിലയിരുത്തിയാൽ ഒരു ക്രിസ്തു ഭക്തൻ്റെ ജയകരമായ ജീവിതത്തെ ആഴമായ നിലയിൽ വെളിപ്പെടുന്നു. ഈ ലേഖനത്തിൽ ഉടനീളം കാണുന്നത് സന്തോഷിക്കുക, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ആത്മീയൻ്റെ സന്തോഷമാണ്. ഫിലിപ്പിയൻ സഭയുടെ അകത്തളത്തിലേക്ക് പൗലോസ് എന്ന അതികായനായ മനുഷ്യൻ്റെ അകത്തെ ദർശനം കൈമാറ്റമാണിത്. ഈ ലേഖനത്തിൽ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ആകുലതകളില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ്. ആകുലതകളില്ലാത്ത ക്രിസ്തീയ ജീവിതം. സ്തോത്രം. ആകുലതകളില്ലാത്ത ക്രിസ്തീയ ജീവിതത്തിൽ ഒരുവൻ അനുവർത്തിക്കേണ്ട ഏറ്റവും നിർണായകമായ ചില വാക്കുകളാണ് താൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, സമയമടുത്തു, കർത്താവിൻ്റെ വരവടുത്തു എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. അതിലാണ് ഒരു ആത്മീയൻ്റെ ആകുലതകൾ അകലുന്നത്. വേദപുസ്തകത്തിൽ ഒരു ക്രിസ്തു ഭക്തൻ ആശ്വസിക്കുന്ന ഏറ്റവും തീവ്രമായൊരു വാക്ക് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. ഫിലിപ്പിയ ലേഖനം അവസാനിക്കുമ്പോൾ ഭക്തൻ പറയുന്നു, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ആകുലതകൾ അകലുകയാണ് ഒരു ക്രിസ്തു ഭക്തൻ്റെ. താൻ പിന്നീട് പറയുകയാണ്, നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, കാരണം കർത്താവ് വരുന്നതോടുകൂടി നമ്മൾ അങ്ങേ തീരമണയാൻ പോവുകയാണ്. അതുവരെ മാത്രമാണ് നാം ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഓരോ വ്യക്തികളും വ്യക്തിപരമായി ധൈര്യപ്പെടുത്തേണ്ടത്, അധിക കാലം കഷ്ടതയ്ക്ക് ഇനി എൻ്റെ മേൽ സ്ഥാനമില്ല, അധിക നാളുകൾ കടബാധ്യതയ്ക്ക് സ്ഥാനമില്ല, അധിക നാൾ രോഗത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല, അധിക നാൾ ഇവിടെയുള്ള പ്രതികൂലങ്ങൾക്ക് എന്നെ ഒതുക്കാൻ കഴിയില്ല. കാരണം എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ ഈ മണ്ണിൽ നിന്ന് കർത്താവിനോട് കൂടെ പറന്നു പോകും. അടുത്ത പദമാണ്, കർത്താവ് വരുന്നതുവരെ ഒരു ക്രിസ്തുഭക്തൻ ആകുലതകൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അതിന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാറ്റിലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വളരെ തീവ്രമായ ഒരു പഠന വിഷയമാണ് പ്രാർത്ഥന. എന്നാൽ ചിലരെങ്കിലും കരുതുന്നത് പ്രാർത്ഥിക്കാൻ എനിക്കറിയാമെന്ന്. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. വേദപുസ്തകം പ്രാർത്ഥനയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ കാണുന്ന പഴയ നിയമത്തിൽ തന്നെ കണ്ടെത്തിയ 85 വ്യക്തിപരമായ മൗലിക പ്രാർത്ഥനകളുണ്ട്. 60-ലധികം വരുന്ന സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനകളാണ്. 14ഓളം സങ്കീർത്തനങ്ങൾ പാർശ്വമായി പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് തന്നെ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന രീതിയുടെ ഒരു കൈമാറ്റമുണ്ട്. ഉപമകളിലൂടെ നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അറിയാം, എന്നാൽ ശിഷ്യന്മാരോട് ഉപമകളിലൂടെ കർത്താവ് പകർന്ന പ്രാർത്ഥന വിചിത്രമായതാണ്. ഉപമകളിലൂടെ കർത്താവ് അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ ഉപമയിലൂടെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം കൊടുക്കുന്നുണ്ട്. അനീതിയുള്ള ന്യായാധിപൻ്റെ ഉപമയിലൂടെ പ്രാർത്ഥനയുടെ നൈരന്തര്യത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ വിനയത്തെ, താഴ്മയെ വെളിപ്പെടുത്തുകയാണ്. അനീതിയുള്ള ഭൃത്യൻ്റെ ഉപമയിലൂടെ പ്രാർത്ഥനയിലെ കരുണ, ക്ഷമയെ വെളിപ്പെടുത്തും. അങ്ങനെ കർത്താവ് പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആചരിച്ചതും പ്രാർത്ഥനയാണ്. നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലും
അവരുയർത്തിയത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ക്രിസ്തുഭക്തനും പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പരിചിതമാണ്. എന്നാൽ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന നിർവചനങ്ങൾ വിചിത്രമാണ്. പ്രാർത്ഥന, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള സ്വകാര്യ സംഭാഷണമാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന എന്താണെന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം യേശു ക്രിസ്തുവുമായുള്ള സ്വകാര്യ സംഭാഷണമാണ് പ്രാർത്ഥനയെങ്കിൽ അതിന് ഗ്രാമറോ ഭാഷയോ വിഷയമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന് പറയരുത്. ഇനിയും എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവുമായി സ്വകാര്യ സംഭാഷണമാണെങ്കിൽ ഒരുക്കപ്പെട്ട ഒരിടമൊരുക്കി ആരുമില്ലെന്നുറപ്പിച്ചിട്ട് യേശുവുമായി സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അത് പ്രാർത്ഥനയാണ്. അപ്പോൾ ഓർക്കുക, യേശു ക്രിസ്തുവുമായുള്ള സ്വകാര്യ സംഭാഷണം. അപ്പോൾ ആ സംഭാഷണത്തിലേക്ക് ഈ മാസം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവുമായി സ്വകാര്യമായൊരിടം കണ്ടെത്തി കരയുക, പ്രാർത്ഥിക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ഗ്രാമർ വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഒരു വാക്കുണ്ട്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീരെത്തിച്ചു കൊടുക്കുന്നത് ആര്? ഇയ്യോബ് എന്ന ജ്ഞാനിയെ മുട്ടുകുത്തിക്കാൻ ദൈവം ചോദിച്ച ചോദ്യമാണ്. ഇയ്യോബിന് ആ ഉത്തരം അറിയില്ല. ആരാണ് ഈ കരയുന്ന കാക്കക്കുഞ്ഞിന് തീറ്റ കൊടുക്കുക? കാരണം കാക്കക്കുഞ്ഞ് മുട്ട വിരിഞ്ഞ് 7 ദിവസങ്ങൾ അതിന് തള്ളക്കാക്കയിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ചുണ്ട് മാർദ്ദവമുള്ളതാണ്, വല്ലാത്ത കൊഴുപ്പ് നിറഞ്ഞ ഭാഗമാണ്. അതുകൊണ്ട് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിന് തള്ളയിൽ നിന്ന് നേരിട്ട് ഭക്ഷണം സ്വീകരിക്കാൻ കഴിയാത്ത 7 നാളുകൾ ആ കാക്കക്കുഞ്ഞിൻ്റെ തീറ്റ ആരാണ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ഓർക്കുക, ഈ തീറ്റ കൊടുക്കുന്നത് ആര്? ഇപ്പോഴും ചിലർ ചിന്തിക്കുന്നു അത് ശരിയാണ്, ആരാണ്? സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. അപ്പോൾ ആരാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്? തള്ളയല്ല, പകരം ആ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമാണ് കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെ ആഹാരം. അതിൽ നിന്ന് വിചിത്രമായ ഒരു വാക്കുണ്ട്, അതിൻ്റെ ആഹാരം. കരയുന്ന കാക്കക്കുഞ്ഞിനും ബാലസിംഹത്തിനും ഒരേപോലെ ആഹാരം വീതം വെച്ച് കൊടുക്കുന്ന മഹാദൈവമാണ്. എന്താണ് അതിൻ്റെ ആഹാരം? വീണ്ടും സങ്കീർത്തനം തന്നെ പറയുന്നു, അവൻ മഞ്ഞ് പോലെ ചാരം പോലെ നീഹാരം പെയ്യിക്കുന്നു, ഹിമഗണങ്ങൾ അവൻ ഭൂമിയിലേക്ക് മഴ പോലെ പെയ്യിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നറിയാമോ? കാക്കക്കുഞ്ഞുങ്ങളുടെ ആരംഭത്തിലെ ആഹാരമെന്ന് പറയുന്ന ഹിമഗണങ്ങളാണ്. ഹിമഗണങ്ങൾ ആ വായിൽ നിറഞ്ഞ് അതാണത് വിഴുങ്ങി അതിൻ്റെ ആ 7 നാൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഓർക്കണം, ഒരു കരയുന്ന കാക്കക്കുഞ്ഞിനോട് ഇത്ര വലിയ കരുതൽ കാട്ടുന്ന ഒരു മഹാദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ ഒന്നോർക്കണേ. കരയുന്ന കാക്കക്കുഞ്ഞ് എന്തിനാ കരഞ്ഞതെന്നറിഞ്ഞ് അതിന് തക്ക സമയത്ത് തീൻ കൊടുക്കാൻ പ്രാപ്തനാണെങ്കിൽ നീ ഇരിക്കുന്നിടത്തിരുന്ന ഞരങ്ങി, കർത്താവെ വയ്യ അപ്പശ ഉള്ളു പിടഞ്ഞെന്ന് നീ ഒന്ന് കണ്ണ് നനഞ്ഞ് കരഞ്ഞാൽ നിന്റെ കണ്ണുനീര് അറിഞ്ഞ് നിന്റെ അരികത്തണഞ്ഞ് നിന്നെ വിടുവിക്കാൻ വിശ്വസ്തനായവനെയാ നീ സേവിക്കുന്നത്. കർത്താവുമായി സ്വകാര്യ സംഭാഷണത്തിന് സമയം കണ്ടെത്തണം. പ്രാർത്ഥന. 2, പ്രാർത്ഥന അതിൻ്റെ വിവരണം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പിതാവായ ദൈവത്തോടുള്ള മുഖതാവിലുള്ള ഇടപെടലാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അടുത്ത അർത്ഥവ്യാപ്തി വേദപുസ്തകം തരുന്നത് പരിശുദ്ധാത്മ നിയോഗത്താൽ പിതാവായ ദൈവത്തോട് മുഖതാവിൽ ഇടപെടുന്ന ഒരിടപെടലാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രവേശിച്ച് മുഖതാവിലുള്ള ഇടപെടലാണ് പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥനയുടെ ആ വലിയ തീവ്രമായ അനുഭവത്തെ അറിഞ്ഞ് അത് ആചരിക്കാൻ, പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. 3, പ്രാർത്ഥന മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയുടെ 3 തലങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവവുമായി ഒരു മനുഷ്യൻ്റെ ആശയവിനിമയവും സമ്പർക്കവുമാണ് പ്രാർത്ഥന. അപ്പോൾ ഓർക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അതീവ ഗൗരവമേറിയതാണ്. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫലകരമായ പ്രാർത്ഥനയുണ്ട്, ഹിതകരമായ പ്രാർത്ഥനയുണ്ട്, മറുപടി നൽകുന്ന പ്രാർത്ഥനയുണ്ട്,
നിരുത്സാഹപ്പെടുത്തുന്ന പ്രാർത്ഥനയുണ്ട്, നിരോധിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ വിവിധ നിലകളിൽ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥന ദൈവവുമായി നമ്മൾ അടുക്കുമ്പോൾ ദൈവവുമായി എന്ത് സംസാരിക്കണം, അത് അടിസ്ഥാനപരമായ കാര്യമാണ്. കർത്താവുമായി സംസാരിക്കേണ്ടത് എന്താണ്, പിതാവുമായി മുഖതാവിൽ ഇടപെടുമ്പോൾ എന്താണ് പറയേണ്ടത്, ആത്മാവോട് ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവത്തോട് എന്താണ് പറയേണ്ടത്, ഇവിടെയാണ് നമ്മൾ വളരെയേറെ ഗൗരവമായി പ്രാർത്ഥന പഠിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകം നൽകുന്ന വ്യവസ്ഥകളുണ്ട്, വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ അതീവ ഗൗരവമേറിയതാണ്. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ വിശ്വാസമകത്തുണ്ടാകണം. പ്രാർത്ഥനയും വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം മറുപടി നൽകി എന്ന് വിശ്വസിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 17:21 കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും, പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി നീങ്ങിപ്പോകുന്നത് പറയുകയാണ്. വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇത് മലയാണ്, പക്ഷേ നീങ്ങി കടലിൽ ചാടാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇവിടെ ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. തമിഴ് ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ഇന്ത ജാതി പിശാസ് എന്നാണ്. അപ്പോൾ ഇതൊരു ജാതി പിശാച. അപ്പോൾ ഈ പിശാച് പോകണമെങ്കിൽ പ്രാർത്ഥന മതി. പ്രാർത്ഥനയുണ്ടോ പിശാച് ഓടും. ആ പ്രാർത്ഥന വ്യക്തി ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മലകളെ നീക്കാൻ കടുകുമണിയോളം വിശ്വാസം മതിയെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടത് പ്രാർത്ഥനാ മുറിയിലാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അബ്രഹാമിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന വാക്ക്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അത് കഴിയുമ്പോൾ അതിനെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പറയുന്നു, അവൻ വിശ്വാസത്താൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്തിന്? മറുപടി ലഭിച്ചു എന്നുറപ്പിച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ആത്മീയനിൽ ഒന്നാമത് വേണ്ടത്, എനിക്ക് ദൈവം വിടുതൽ തന്നു എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയണം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം മറുപടി തന്നു എന്ന വിശ്വാസത്താൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിടുതൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി പ്രാർത്ഥിക്കും മുൻപ് ഒരു ആത്മീയൻ്റെ അകത്ത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രവേശിക്കണം. അതായത് യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ, യേശു ക്രിസ്തു എൻ്റെ ദൈവം, യേശു ക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശു ക്രിസ്തു വീണ്ടും വരും, ഞാൻ യേശുവിനോട് എത്തും എന്ന ബാല്യപാഠം അകത്ത് പ്രവേശിച്ച് യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ആ ദൈവകൃപയുടെ അനുഭവം പ്രാപിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഒരുവൻ എത്തിയിരിക്കണം. വിശ്വാസം ഒരുവനിലുണ്ടാകണം. വിശ്വാസം ഉണ്ടാകുക അത് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഘടകമാണ്. പ്രാർത്ഥനയിൽ വീണ്ടും ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമാപണം നടത്തിയിരുന്നാൽ ഏറ്റവും നല്ലത്. കാരണം വഴിപാടുമായി നീ വരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ വെച്ച് ആദ്യം പോയി നിരക്കണം. ഫലപ്രദമായ പ്രാർത്ഥനയാകണമെങ്കിൽ നിരപ്പ് നടക്കണം. പകയോ പിണക്കമോ ആരോടെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് ഐക്യകണ്ഠേന പറയുമ്പോൾ അതല്ല പ്രിയരെ, നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്കോർമ്മ വന്നോ, ആർക്കെങ്കിലും നിന്നോടെന്തോ ഉണ്ടെന്നൊരു ഓർമ്മ വന്നാൽ അവനോട് പോയി നിരപ്പായിട്ട് വേണം നിൻ്റെ വഴിപാട് കഴിക്കാൻ. പ്രാർത്ഥനയിൽ ക്ഷമാപണം ഉണ്ടാകണം. ഇനി അതിന് അടുത്തൊരർത്ഥം കൂടെയുണ്ട്. നിരപ്പ് എന്ന് മാത്രമല്ല, ആ ക്ഷമാപണം മനുഷ്യരോടും ദൈവത്തോടും അതായത് ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷി വേണം ഒരു ആത്മീയന്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. പ്രാർത്ഥനയുടെ വ്യവസ്ഥയിൽ നാം ദൈവത്തോടുള്ള പാപം
ഏറ്റുപറയണം. അതാണ് കടങ്ങൾ. കടങ്ങൾ പണത്തിൻ്റെ കടമല്ല, ഗ്രീക്കിൽ ഓഫ്ലിമായി, ഓഫൻസ്, സിൻ എന്നാണ്. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ താളപ്പിഴകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഏറ്റുപറയണം. അപ്പനോട് പറയണം, അപ്പച്ച എവിടെങ്കിലും നീ നോക്കുമ്പോൾ എന്നിൽ കുറവുണ്ടോ? വലിയ അപകടമാണ്. അതുകൊണ്ട് ഏറ്റുപറച്ചിൽ എന്നത് അനിവാര്യമായ ഘടകമാണ്. വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും താളപ്പിഴകൾ, പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കാൻ കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയും, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ മുഖം മറയ്ക്കും, കാരണം നിങ്ങളുടെ കരം രക്തം കൊണ്ട് ചുമന്നു, പാപം പങ്കിലമായിരിക്കുന്നു. പാപികളുടെ പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് ഒരിക്കലും നിൽക്കയില്ല. അതുകൊണ്ട് നാം കഴുകൽ പ്രാപിക്കണം, കർത്താവിനോട് ക്ഷമ പറയണം. 2, മനുഷ്യരോട് നിരക്കണം. ആ നിരപ്പാണ് ക്ഷമാപണത്തിൻ്റെ അടുത്ത അർത്ഥതലം. അവിടെയാണ് രോഗസൗഖ്യങ്ങളൊക്കെ അന്തർലീനമായിരിക്കുന്നത്. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് മൂപ്പനെ വരുത്തി പ്രാർത്ഥിക്കണം. അടുത്തത് അവൻ നിരപ്പാകണം. എങ്ങനെ നിരപ്പാകണം? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. മാത്രമല്ല, നിങ്ങൾ ഒരുവനോടൊരുത്തൻ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുവനോടൊരുവൻ, മനുഷ്യർ തമ്മിലുള്ള കുറവുകൾ ഏറ്റുപറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയുടെ വ്യവസ്ഥ വളരെ തീവ്രമാണ്. ഇനി പ്രാർത്ഥനയുടെ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായി വേദപുസ്തകം നൽകുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. അതായത് ഏകാഗ്രതയോടുള്ള പ്രാർത്ഥന. അത് ആത്മീയ ജീവിതത്തിൽ വളരെ ഫലദായകമാണ്. ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലങ്ങൾ അതീവ ശ്രദ്ധയുടെ ആ ഭാഗമാണ്. എല്ലാത്തിൽ നിന്നും ഒഴിവായി നിർജ്ജന പ്രദേശത്ത്, രാത്രികൾ, വേറിട്ടു എന്ന പദങ്ങളൊക്കെ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശൈലിയാണ്. താൻ ഒറ്റയ്ക്ക് പോയി മാറിയിരുന്ന്, അവൻ വേറിട്ട് പോയി, അവൻ തനിയെ പോയി, അവൻ അവരുടെ ഇടയിൽ നിന്ന് പോയി. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് കർത്താവ് പോയത് നമുക്കൊരു മാതൃകയാണ്. വേറിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഏകാഗ്രതയോടെ വേണം. അതായത് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മറ്റ് ഇതര മേഖലകളുമായി സമ്പർക്കം പുലർത്തരുത്. കാരണം ഒരു പിതാവുമായുള്ള സംസാരമാണ്, കർത്താവുമായുള്ള സ്വകാര്യ സംഭാഷണമാണ്, പരിശുദ്ധാത്മാവുമായുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമേറിയ സംഭാഷണം നടക്കുമ്പോൾ ചിലതെല്ലാം നാം ഒഴിവാക്കില്ലേ? നാം ഒരു ഡോക്ടറുടെ മുൻപിൽ സംസാരിക്കുമ്പോൾ മൊബൈൽ തന്നെ സൈലൻ്റ് ആക്കില്ലേ? മറ്റു പലരെ മാറ്റി നിർത്തില്ലേ? അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ എന്തുകൊണ്ട് ആ ഏകാഗ്രതയുടെ അനുഭവം വരുന്നില്ല? പ്രാർത്ഥന എത്രയോ സമയം വാട്സാപ്പ് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, നോട്ടിഫിക്കേഷൻ നോക്കുന്നു. ഇതെല്ലാം പ്രാർത്ഥനയുടെ ഫലപ്രദമായ വിടുതലിനെ തടയുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് വേറിടാം. ചിലതിനോടൊക്കെ ഒന്ന് വേറിട്ട് ദൈവത്തോട് കൂടെ സംസാരിക്കാനുള്ള വേദിയായി ഇത് മാറട്ടെ. പ്രാർത്ഥന ഫലപ്രദമായി മാറണം. ഫലപ്രദമായ പ്രാർത്ഥന ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. വേദപുസ്തകം, പുതിയ നിയമം, പ്രത്യുത ലേഖനങ്ങൾ പ്രാർത്ഥനയിലേക്ക് സഭയെ ആഹ്വാനം ചെയ്യുന്നു. പൗലുസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലുസിൻ്റെ ലേഖനങ്ങളിലൂടെ എല്ലാം കണ്ണോടിച്ചാൽ അവിടെ എല്ലാം കാണുന്ന വാക്ക് പ്രാർത്ഥനയിൽ പോരാടണമെന്നാണ്. പൗലുസ് ഏറ്റവും കൂടുതൽ റോമാലേഖനത്തിൽ പറയുന്നു, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു. ഈ പ്രാർത്ഥനകൾ പൗലുസ് പറയുന്നത് പ്രാർത്ഥനയിൽ പോരാടണമെന്നാണ്. അതായത് ഈ കാലഘട്ടത്തിൽ പൗലുസ് ഇത് ഊട്ടി ഉറപ്പിക്കുമ്പോൾ ആ പോരാടണമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തെല്ലാം എടുത്തുദ്ധരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ആ പാരഗ്രാഫിൽ താൻ ഉറപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവിൻ്റെ വരവ് അടുത്തതിനാൽ നാം കൂടുതൽ പോരാടി പ്രാർത്ഥിക്കണം. നമ്മളതിനെ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4:7 പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? പ്രാർത്ഥന ഫലപ്രദമാകണം എന്ന് ഞാൻ അതിൻ്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞു. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ചിലരെങ്കിലും ചോദിക്കുന്നു, പർവിഷൻ ഈ മാസം മുഴുവനും പ്രാർത്ഥനയുടെ ഒരു വലിയ ആഹ്വാനം നൽകാൻ ഈ തീം എടുത്തു. എന്തിനാണിത്? ചിലരുടെയൊക്കെ ചിന്തയിലും നല്ലത് എത്രയോ ഡെലിവറൻസിന് വേണ്ടിയുള്ള തീമുണ്ട്, നമുക്ക് ഉത്സാഹം തരുന്ന മറ്റെത്രയോ സന്ദേശങ്ങളുണ്ട്. പ്രാർത്ഥന എന്തുകൊണ്ട്? വേദപുസ്തകം, പ്രത്യുത ലേഖനങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ഏറ്റവും വലിയ ആഹ്വാനം പ്രാർത്ഥനയുടെ ആഹ്വാനമാണ്. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം
പൗലോസ് മാത്രമല്ല, പത്രോസും പറയുന്നു എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതായത് പ്രാർത്ഥന എന്തുകൊണ്ട് അനിവാര്യമെന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: എല്ലാം അവസാനിക്കാൻ സമയമായി. എല്ലാം അവസാനിക്കുക എന്ന പദം വേദപുസ്തകം പറയുന്നത് ഈ യുഗം അവസാനിക്കാറായി. ഏതാണ് ഈ യുഗം? ഇത് കൃപായുഗമാണ്. കൃപായുഗം അവസാനിക്കാറായി. ഇതിനു മുൻപ് ന്യായപ്രമാണ യുഗമായിരുന്നു. ആ യുഗം അവസാനിക്കുമ്പോൾ ഈ ലോകത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വലുതായിരുന്നു. ആ യുഗം അവസാനിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ 400 വർഷത്തിലധികം വരുന്ന ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ തേടാത്ത, ദൈവവും അന്വേഷിക്കാത്ത മനുഷ്യർ പ്രാകൃത ജീവിതത്തിലേക്ക് അധാർമികമായി അധപ്പതിക്കപ്പെട്ട്, എന്തിനേറെ ദൈവിക പക്ഷത്തെ ന്യായപ്രമാണത്തിൻ്റെ കാവൽക്കാരായിരുന്ന യഹൂദൻ പോലും അധാർമികമായി അധപ്പതിക്കപ്പെട്ട ഒരു കാലഘട്ടം. ഇത് ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനമായിരുന്നു. ആ യുഗത്തിൻ്റെ അവസാന കണ്ണിയായിട്ടാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്നാപക യോഹന്നാൻ്റെ ശബ്ദം: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ ആ കാലം തികഞ്ഞു, ന്യായപ്രമാണം അവസാനിക്കുക. അതോടുകൂടി യേശുനാഥൻ കാൽവറിയിൽ യാഗമാകുമ്പോൾ പുതിയൊരു യുഗം ആരംഭിക്കുന്നു. കൃപായുഗമാണ്. അപ്പോൾ ഈ ഇരുണ്ട കാലഘട്ടം, നമ്മുടെ പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിൽ ഒരു വെള്ള പേപ്പർ ബ്ലാങ്കായി കിടക്കുമ്പോൾ അത് വെള്ള പേപ്പറാണെങ്കിലും ആ വെള്ള പേപ്പറിൻ്റെ ചരിത്രം ഇരുണ്ട കാലഘട്ടമാണ്. അതായത് ദൈവത്തിങ്കലേക്ക് അടുക്കാൻ കഴിയാതെ മനുഷ്യൻ തകർന്നു പോയ മാനവൻ പിശാചിൻ്റെ പിടിയിൽ അമർന്ന് ദൈവത്തിങ്കലേക്ക് തിരിയാതെ പോയ കാലഘട്ടം, അജ്ഞതയുടെ കാലം, സാത്താൻ തൻ്റെ വെണ്ണിക്കുടി പാറിച്ച കാലഘട്ടം. എന്നാൽ അങ്ങനൊരു കാലഘട്ടത്തിലാണ് മറിയ എന്ന ആ സഹോദരി വിശുദ്ധി കാത്തു സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആ കാലഘട്ടത്തിലാണ് ശീമോൻ വാഗ്ദത്തത്തെ കാത്തിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഫനുവേലിൻ്റെ മകളായ ഹന്ന കാത്തിരുന്നത്. അപ്പോൾ ഇത്രയും വലിയ പൈശാചിക തിമിർത്ത് പെയ്തിറങ്ങുമ്പോൾ ആ വൻമഴയിൽ നനയാതെ ദൈവിക കൃപയുടെ തണലിൽ അണഞ്ഞ് ഒരു ചെറിയ കൂട്ടത്തെ പുതിയ നിയമത്തിൻ്റെ ഉദ്ധരണി ആദ്യം വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ നാം അറിയണം, ഇതൊരു എൻഡ് ടൈമാണ്. എന്ത്? കർത്താവിൻ്റെ വരവിൻ്റെ കാലം, അതായത് കൃപായുഗത്തിൻ്റെ അവസാന നാഴിക. അതുകൊണ്ട് സാത്താൻ അറിയാം, അവൻ്റെ പിടിയിൽ നിന്ന് ഒരു കൂട്ടം ഈ മണ്ണിൽ നിന്ന് പറന്നു പോകാൻ പോകുകയാ. അവൻ്റെ പദ്ധതികളുടെ താളം തെറ്റിക്കുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ട്. അതുകൊണ്ട് സാത്താൻ അവൻ്റെ ആയുധപ്പുരയിലെ അവസാന തന്ത്രവും പുറത്തിറക്കുന്ന ഈ കാലത്ത് കൃപയുള്ള, പ്രാർത്ഥനയുള്ള ദൈവജനം പ്രാർത്ഥനയ്ക്ക് അരങ്ങിൽ എഴുന്നേൽക്കണം. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നിൻ്റെ വാർത്തകൾ നമ്മുടെ ഹൃദയ ഭിത്തികളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഈ സമീപ ദിവസങ്ങളിലെല്ലാം നാം കേൾക്കുന്നത് എത്രയോ ഭീതിജനകമായ വാർത്തകളാണ്. ഈ വാർത്തകളൊക്കെ നമ്മളൊന്ന് കോർത്തിണക്കി ചിന്തിച്ചാൽ 5-10 വർഷങ്ങൾക്ക് മുൻപ് കേട്ടറിവുകളില്ലാത്ത കാര്യമാണ്. ഇനിയും അല്പം കൂടെ പിന്നിലേക്ക് നോക്കിയാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയ മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന ചിന്ത എനിക്കറിയാം. നിങ്ങളുടെ ഹൃദയഭിത്തിയിൽ ഉയരുന്ന ചോദ്യവും എനിക്കറിയാം. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ പ്രിയരെ, അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ ഇന്നിൻ്റെ തലമുറ പറയുമ്പോൾ അതല്ല യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിൽ ധാർമ്മിക അധപ്പതനമുണ്ടാകുമെന്ന് വേദപുസ്തകത്തിൻ്റെ കൃത്യമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കും, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികൾ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നിഗളികൾ, ഭോഗപ്രിയരായി ഭക്തിയുടെ മാർഗം ധരിക്കുന്ന ഒരു പൈശാചിക കൂട്ടം. ഇതല്ലേ കാണുന്നത്. ഇതിൻ്റെ നടുവിൽ ആർക്കും ഉപദേശിക്കാൻ പറ്റില്ല, ആർക്കും ആരെയും നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മാനുഷിക ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആർക്കും നേരെയാക്കാൻ പറ്റില്ല. സാരോപദേശങ്ങൾ പറയാൻ ഇറങ്ങിയാൽ വിഡ്ഢിയായി പോകും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, പ്രാർത്ഥന പോരാളികൾ എഴുന്നേൽക്കേണ്ട സമയമായി. പ്രാർത്ഥനയുടെ പോരാട്ടത്തിൻ്റെ വേദിയിലേക്ക്
പ്രാർത്ഥനാ മുറിയിൽ പൊരുതാൻ ഒരു കൂട്ടം എഴുന്നേൽക്കണം. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരെ കാണുന്നുണ്ട്. പ്രാർത്ഥനയിൽ വീണുപോയവരുണ്ട്, പ്രാർത്ഥനയിൽ തോറ്റുപോയവരുണ്ട്, പ്രാർത്ഥിച്ച് മടുത്തെന്ന് പറയുന്നവരുണ്ട്. പ്രാർത്ഥന മടുക്കാനുള്ളതല്ല, നീ മുട്ടിക്കൊണ്ടേയിരിക്കണം. എപ്പോൾ വരെ? തുറന്ന് കിട്ടുന്നത് വരെയാണ്. എപ്പോൾ വരെ നീ അന്വേഷിക്കണം? കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. എപ്പോൾ വരെ ആമേൻ നീ യാചന തുടരണം. നിനക്ക് വേണ്ടി തുറക്കുന്ന നിമിഷം വരെ നീ ആ യാചന തുടർന്നു കൊണ്ടിരിക്കണം. അതെ, പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ തകരാത്ത ബന്ധനങ്ങളില്ല. അന്ധകാരത്തിന് ഭയമുള്ളത് പ്രാർത്ഥനയും വിശുദ്ധിയുമുള്ളവനെ ഭയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രസംഗിയെ ലോകമറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയുന്നു എന്നാണ് ചിന്തകന്മാരുടെ ഭാഷ. ഞാനതിന് ഒന്നുകൂടെ ഒരു രൂപമാറ്റം വരുത്തുകയാണ്. പ്രാർത്ഥനാ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനോളം പ്രസംഗകന് ചെയ്യാൻ പറ്റില്ല. ഞാൻ D.L. മോഡിയുടെ ജീവിതത്തിൻ്റെ ഏട് വായിച്ചപ്പോൾ ആ ബുക്കിൽ തൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം എഴുതിയിരിക്കുകയാണ്. താൻ ഒരു പ്രസംഗവേദിയിൽ പ്രസംഗിച്ചിട്ട് ആ രാത്രി 3000-ലധികം പേര് യേശുവിനെ സ്വീകരിച്ചു. അതിൽ താനിങ്ങനെ സന്തോഷത്തോടെ നിന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ആ സമീപത്ത് തന്നെ ദൈവസന്നിധിയിലേക്ക് മുട്ട് കുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നന്ദി സൂചകമായി ഉടനെ തൻ്റെ കാതിൽ ദൈവം പറയുന്നു, നീ ഇറങ്ങി വരാൻ. തന്നെ ആ വേദിയിൽ നിന്നിറക്കി ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നടത്തി കൊണ്ടുപോവുകയാണ്. കുറേ ദൂരം സഞ്ചരിച്ച് ഒരു ചേരി പ്രദേശം പിന്നിട്ട് ഒറ്റപ്പെട്ടൊരു കുടിലിൻ്റെ സമീപത്ത് തന്നെ കൊണ്ടു നിർത്തി. തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ആ കുടിലിൻ്റെ അകത്തേക്കൊന്ന് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഒരു പടുവൃദ്ധ മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, D.L. മോഡിയുടെ ശുശ്രൂഷയിൽ 1000 മാനസാന്തരപ്പെടണമെന്ന്. അവിടെ വെച്ച് സ്വർഗം D.L. മോഡിയോട് പറഞ്ഞു, നിന്റെ പ്രസംഗമല്ല 3000 പേര് രക്ഷയിലേക്ക് നയിച്ചത് ആ വൃദ്ധയുടെ പ്രാർത്ഥനയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് സഹോദരി, മാതാവേ, പിതാവേ, നിനക്കാരോഗ്യം കാണില്ലായിരിക്കും, ബലം കാണില്ലായിരിക്കും, 4 പേര് അറിയുന്നില്ലായിരിക്കും, പക്ഷേ പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന തുടരട്ടെ. പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ 4 ആൾ അറിഞ്ഞെന്നിരിക്കും, പക്ഷേ പ്രാർത്ഥിക്കുന്ന നിനക്കുള്ള പ്രതിഫലം അങ്ങേക്കരയിൽ വിഭാവനം ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള ഓർമ്മയിൽ പ്രാർത്ഥന തുടരട്ടെ. പ്രാർത്ഥനയിലേക്ക് പുതിയ പോരാളികൾ ഈ മാസം പുറത്തു വരട്ടെ. ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പുതിയ നിയോഗം ഏറ്റെടുക്കാൻ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. തീരുമാനമെടുക്ക്. സുവിശേഷ വേലയ്ക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ദിവസം സമയം വേർതിരിച്ച് സുവിശേഷ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ഒരുപക്ഷെ എനിക്ക് കൈകാലുകൾക്ക് ബലമില്ല, നിരാശപ്പെടേണ്ട. അധരത്തിന് ബലമുണ്ടല്ലോ. പ്രാർത്ഥനയിൽ പോരാട്. പ്രാർത്ഥനയുടെ മറുപടി ദൈവം വേദികളിൽ ചെയ്തെടുക്കും. അതെ, പ്രാർത്ഥന ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ഫലകൃതമായ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ പോരാളികളും ഉണ്ടെങ്കിൽ ദൈവം ചെയ്യുന്ന പ്രാർത്ഥനയുടെ മഹത്വം വലുതാണ്. പ്രാർത്ഥന പോരാളികൾ വന്നാൽ പ്രാർത്ഥനയുടെ മഹത്വം വലുതാണ്. ഞാൻ ആ പ്രാർത്ഥനയുടെ മഹത്വം പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യമാണ്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഫലകരമായ പ്രാർത്ഥന, ഹിതകരമായ പ്രാർത്ഥന, പോരാടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയുണ്ട്. സ്വർഗം തുറക്കും. ഇവിടെ കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തുക, സ്നാനമേറ്റു യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. മത്തായിയിൽ വായിക്കുന്നത് 3-ാം അധ്യായത്തിൽ കാണുന്നത് യേശു സ്നാനമേറ്റു സ്വർഗം തുറന്നു. മർക്കോസിലും കാണുന്നത് യേശു സ്നാനമേറ്റു സ്വർഗം തുറന്നു. പക്ഷേ ലൂക്കോസ് അല്പം കൂടെ ക്ലാരിറ്റി വരുത്തുന്നു. സ്വർഗം സ്നാനമേറ്റപ്പോൾ തുറന്നതല്ല, സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോഴാണ് തുറക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രവൃത്തി, ഒരു മഹത്വം സ്വർഗം തുറക്കുന്നതായി പ്രാർത്ഥന മാറുകയാണ്. ഇന്നും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത ആഹ്വാനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥന പോരാളിയായി മാറാൻ തയ്യാറാകുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ തുറക്കുന്ന ഒരു വാതിൽ സ്വർഗത്തിൻ്റെ വാതിലാണ്. ഉലകിലെ ഏതു വ്യക്തിയുടെ വാതിലും നിന്റെ മുൻപിൽ അടയട്ടെ, പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്റെ മുൻപിൽ വ്യക്തികളല്ല വാതിൽ തുറക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാ വാതിൽ തുറക്കുന്നത്. ഇന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരുണ്ട്. ചില വഴികൾ അടഞ്ഞു, ചില വാതിലുകൾ അടഞ്ഞു, പ്രതീക്ഷിച്ച മുഖങ്ങൾ നമുക്ക് അനുകൂലമല്ല. പക്ഷെ അവരെ ഒന്നും നോക്കാതെ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാക്. ഏതെല്ലാം വാതിൽ അടഞ്ഞാലും അടയാത്തൊരു വാതിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ തുറക്കുകയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്. ഉണ്ടാകട്ടെ എന്നുരുവിട്ടവനാണ് വാതിൽ തുറക്കുന്നത്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കെൽപ്പുള്ളവനാണ് വാതിൽ തുറക്കുന്നത്. അതുകൊണ്ട് പതറരുത്. നിനക്ക് വേണ്ടി ഈ മാസം പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോകുക. വാതിൽ, സ്വർഗവാതിൽ തുറന്നാൽ എന്ത് കാണാൻ പറ്റും? സ്വർഗവാതിൽ തുറന്നാൽ ഒരു ആത്മീയൻ എന്ത് ലഭിക്കും? തിരുവഴുത്തിൽ കാണുന്ന ചില പദങ്ങൾ യെഹെസ്കേൽ പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ കാണാം. യെഹെസ്കേൽ പ്രവാചകൻ കെബാർ നദികളുടെ തീരത്തിരുന്നു. താൻ ദിവ്യ ദർശനങ്ങളെ കാണുന്നു. എപ്പോഴാ? സ്വർഗം തുറന്നിരിക്കുന്നതും ദിവ്യ ദർശനങ്ങളെ കണ്ടു. എവിടെ ആയിരിക്കുന്ന? കെബാർ നദികളുടെ തീരത്ത്. ഈ കെബാർ നദികളുടെ തീരത്തിരിക്കുന്ന ബാബിലോണിലെ പ്രവാസികളുടെ ഇടയിൽ പ്രധാനമായും 3 കൂട്ടമുണ്ട്. ഒന്ന് ദാനിയേലിൻ്റെ കൂട്ടമാണ്. ഇനി അടുത്തൊരു കൂട്ടമുണ്ട്. 137 സങ്കീർത്തനത്തിലുണ്ട്, ഞങ്ങൾ ബാബേൽ നദികളുടെ തീരത്തിരുന്നു, സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ ഞങ്ങളോട് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടാൻ പറഞ്ഞു. അപ്പോൾ പാടാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗീതങ്ങൾ അന്യദേശത്ത് പാടുന്നത് എങ്ങനെയാണ്? അടുത്ത പദം, ഞങ്ങളുടെ കിന്നരങ്ങൾ അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുക. ബാബേൽ നദികളുടെ തീരത്തിരിക്കുകയാണ്, പ്രവാസികളുടെ ഇടയിലാണ്. അടിമത്വം അവർക്ക് നേരെ വന്നു. 70 വർഷക്കാലത്തെ കൊടിയ പ്രശ്നത്തിൻ്റെ നടുവിൽ അകപ്പെട്ടപ്പോൾ അവർ കിന്നരം അലരി വൃക്ഷത്തിൽ തൂക്കി. അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു കൂട്ടം, ആരാധന മറന്ന ഒരു കൂട്ടം, പ്രാർത്ഥന മറന്ന ഒരു കൂട്ടം, ദൈവികമായ സാമീപ്യം മറന്നൊരു കൂട്ടം. ഇന്നും അങ്ങനില്ലേ? മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്നിറങ്ങി ചെങ്കടൽ തീരത്തെത്തുമ്പോൾ അത് ആ പഴകിയ തുണിഭാണ്ഡത്തിൻ്റെ അകത്തുനിന്ന് തപ്പെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആ ചെങ്കടലിൻ്റെ അങ്ങേക്കരയിൽ ആ തപ്പുകരത്തിലെടുത്ത് നൃത്തം ചെയ്ത മിരിയാമിൻ്റെ കൂടെ നൃത്തം ചെയ്ത ഒരു കൂട്ടം തലമുറകൾ, അവരല്ലേ വളർന്നു വലുതായത്? അവരുടെ പിൻതലമുറയല്ലേ ഇന്ന് എത്തി നിൽക്കുന്നത് ബാബിലോണിൽ? അങ്ങനെ ആരാധിച്ച് പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതികൂലത്തിൻ്റെ അക്കരയും ദൈവമഹത്വം അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചവരാ. എന്നാൽ ഇവിടെ ഇതാ ബാബേൽ നദികളുടെ തീരത്ത് ആരാധനകൾ മറന്നുപോയ, പാട്ട് മറന്നുപോയ, പ്രാർത്ഥന മറന്നുപോയ, ദൈവത്തിൽ നിന്ന് മറന്ന ഒരു കൂട്ടം. എന്നാൽ അതിൻ്റെ നടുവിൽ കെബാർ നദികളുടെ തീരത്ത് യെഹെസ്കേൽ ഇരിക്കുകയാണ്. അവൻ പ്രാർത്ഥനാ നിരതനായി പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്നവൻ്റെ മേൽ കൃപാവരത്തിൻ്റെ ജ്വലനം വെളിപ്പെട്ടു എന്നത് ശരി തന്നെ. പക്ഷെ അവൻ കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നത്. ദിവ്യ ദർശനങ്ങളെ കാണുക. പ്രാർത്ഥിക്കാൻ കഴിയുമോ കുഞ്ഞെ? മറ്റാരും കാണാത്ത ദർശനം നിനക്ക് തരും കേട്ടോ. മറ്റാരും കാണാത്തത് നിന്നെ ദൈവം ഏൽപ്പിക്കാൻ പോകുകയാ. മറ്റാരും പ്രസംഗിക്കാത്ത നീ പ്രസംഗിക്കും. മറ്റാരും പോകാത്തത് നിനക്ക് വേണ്ടി ദൈവം ഓപ്പണാക്കി തരും. മറ്റാരും കാണാത്തത് നിനക്ക് തുറന്നു തരും. അവർ ചെയ്യുന്നതോ ഇവർ ചെയ്യുന്നതോ അവർ പറയുന്നതോ അകത്ത് കയറ്റാതെ സ്വർഗത്തിലേക്ക് നോക്ക്. പ്രാർത്ഥനയ്ക്ക് തയ്യാറാക്. നിനക്ക് വേണ്ടി ദൈവം പുത്തൻ വാതിൽ തുറന്ന് ഇതുവരെ മറ്റാരും കാണാത്തത് നിനക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. സ്തോത്രം. പ്രവാചക പുസ്തകങ്ങളിൽ യെഹെസ്കേൽ പ്രവചനത്തിന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾ എന്ന് പറയുമ്പോൾ യെശയ്യാവിൻ്റെയും ദാനിയേലിൻ്റെയും യിരെമ്യാവിൻ്റെയും പ്രവചനങ്ങളിൽ നിന്ന് യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ആ വ്യത്യസ്തത ശൈലി കൊണ്ടും ഭാഷ കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും തീവ്രവുമായ ദർശനങ്ങളാൽ നിറഞ്ഞതാ യെഹെസ്കേലിൻ്റെ പ്രവചനം. അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാവരിലും ഒരു വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ കയറിക്കോ.
ആരും കാണാത്തൊരു ദർശനം നിനക്ക് കിട്ടിയാൽ ആ ദർശനം, ആ വിഷൻ നിന്നെ വ്യത്യസ്തനാക്കും. അപ്പോൾ ഒരു പുതിയ ദർശനം വേണോ? ദൈവത്തിങ്കൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയാൽ തുറക്കുന്ന സ്വർഗം ഇതുവരെ മറ്റാരും കാണാത്തത് നിനക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഇനി മറ്റൊരു പദം കൂടെ പറയാം. സ്വർഗം തുറന്നാൽ എന്ത് കാണും? അവിടെ സ്വർഗം തുറന്നാൽ കാണുന്ന മനോഹരമായ കാഴ്ച കർത്താവിനെ കാണും. കർത്താവിനെ കാണും. ഇത് സ്തേഫാനോസിനെ കുറിച്ച് രേഖപ്പെടുത്തുക. അവൻ്റെ നേരെ യഹൂദന്മാർ പല്ലുകടിച്ചു, കോപപരവശരായി. അവർ കോപപരവശരായി അവൻ്റെ നേരെ കല്ലെറിയാൻ നിൽക്കുമ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർ കോപപരവശരായി, പക്ഷേ ഇവിടെ സ്തേഫാനോ സ്വർഗത്തിലേക്ക് നോക്കുന്നു. കോപപരവശരായവരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കുന്ന സ്തേഫാനോസ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുക. ഈ കാഴ്ച വളരെ തീവ്രമായതാണ്, ഒരു വ്യത്യസ്തതയുള്ളതാണ്. പുതിയ നിയമമുടനീളം പഴയ നിയമത്തിലൂടെ കണ്ണോടിച്ചു വന്നാൽ യെശയ്യാവ് കാണുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ പാപപരിഹാരം വരുത്തി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പുതിയ നിയമത്തിലെല്ലാം കർത്താവ് ഇരിക്കുന്നു. വെളിപ്പാടിൽ വരുമ്പോൾ കുഞ്ഞാടിരിക്കുന്നു. അതായത് എല്ലായിടത്തും സ്വർഗത്തിൽ കർത്താവ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്തേഫാനോസ് കാണുന്നത്, യോഹന്നാൻ കാണുന്നതും ഈ സ്തേഫാനോസ് കാണുന്നതും, യോഹന്നാൻ കാണുന്നത് പത്മോസിൽ അവിടെ ഇറങ്ങി നിൽക്കുന്ന ഉലാവുന്ന കാഴ്ചയാണെങ്കിൽ ഇവിടെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്തേഫാനോസ് കാണുന്നത് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുക. എന്താ അതിൻ്റെ അർത്ഥം? ഇരിക്കുന്ന കർത്താവ് എഴുന്നേറ്റത് ദൈവസന്നിധിയിൽ. ഇവിടെ സ്തേഫാനോസിൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി ഉറ്റുനോക്കുമ്പോൾ അവന് വേണ്ടി കർത്താവ് എഴുന്നേറ്റു. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എല്ലാം പ്രതികൂലമാണ്, എല്ലാവരും എതിരാണ്, കല്ലേറ് തനിക്ക് നേരെ വരിക. അതിൻ്റെ നടുവിൽ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഭക്തന് വേണ്ടി സ്വർഗത്തിൽ കർത്താവ് എഴുന്നേറ്റെങ്കിൽ ഇന്ന് നിനക്കെല്ലാം പ്രതികൂലമായിരിക്കും. നിന്റെ കൂടെ ആരുമില്ല, നിന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല, നിന്നെ കൈപിടിച്ച് നടത്താൻ ആരുമില്ല, നിന്നെ പ്രമോട്ട് ചെയ്യാൻ ആരുമില്ല, നിന്നെ കൂടെ ചേർത്ത് നിർത്താൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുക, ആരും എൻ്റെ ഒപ്പമില്ല. നീ പതറാതെ സ്വർഗത്തിലേക്ക് നോക്ക്. അവിടെ തുറന്ന സ്വർഗം നിനക്ക് തരുന്നൊരു ദൂതുണ്ട്. ഞാൻ നിന്റെ കൂടെ, ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാ. ആത്മാവ് ചില കുടുംബങ്ങളോട്, വ്യക്തികളോട്, യൗവനക്കാരോട് പ്രവചിക്കുന്നത് നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ കേട്ടോ. നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ പോകുകയാ. നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. ദൈവം എഴുന്നേൽക്കുന്നത് വരെ മാത്രമേ ശത്രുവിന് നിൽക്കാൻ കഴിയൂ. ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറുമെങ്കിൽ ആ കാഴ്ച കാണണോ കുഞ്ഞെ? പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുക. പ്രാർത്ഥനാ മുറിയിലേക്ക് നോടിക്കയറ്, നെടുമ്പാട് വീണ് നിലവിളിക്ക്. അങ്ങനൊന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ ഒരു ലോകമനുഷ്യൻ്റെ മുൻപിലും നീ കരയാൻ അനുവദിക്കാതെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാണ്. അതേ, പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് വ്യക്തമായി പ്രവചിക്കുകയാണ്. ഇന്ന് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണാൻ പോകുകയാ. ദൈവത്തിൻ്റെ വിടുതൽ നീ കാണാൻ പോകുകയാ. മറ്റാരും കൂടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. അതെ, പ്രാർത്ഥനയുടെ മഹത്വം. സ്വർഗം തുറക്കുന്ന താക്കോല പ്രാർത്ഥന, സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുമ്പോൾ സ്വർഗം ഇളകണമോ? പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയ്ക്ക് സമയം കൂട്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേദി ഒരുക്ക്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ തയ്യാറാകുമ്പോൾ നിയമത്തിൻ്റെ പഴുതുകളെ മാറ്റിമറിച്ച് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇതുവരെ കാണാത്ത വഴി തുറക്കും. സ്തോത്രം. പ്രാർത്ഥന ദൈവഹിതം വെളിപ്പെടുത്തുന്നതാ. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടും. ദൈവഹിതം വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടേ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിന്
കർത്താവ് മാതൃകയാകുന്നു. ലൂക്കോസ് 22:42 വാക്യമാണ്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ദൂതൻ അവന് പ്രത്യക്ഷനായി. ലൂക്കോസ് ഈ പ്രാർത്ഥന എഴുതുമ്പോഴും ഒരു വ്യത്യസ്തതയുണ്ട്. മത്തായിയും മർക്കോസും ഇതെഴുതുമ്പോൾ ആ പ്രാർത്ഥന രണ്ട് വ്യത്യസ്ത ശൈലിയിൽ പറയുക. പക്ഷെ ഇവിടെ ലൂക്കോസ് മാത്രം എഴുതുമ്പോൾ ഒന്നുകൂടെ പറയുന്നുണ്ട്, അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊന്ന് ദൂതൻ പ്രത്യക്ഷനായി. ഇവിടെയാണ് ആ വാക്കിൻ്റെ പ്രസക്തി. ആ പ്രാർത്ഥന ദൈവഹിതം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. പലപ്പോഴും ദൈവഹിതം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവഹിതം വെളിപ്പെടും. പ്രാർത്ഥനയുടെ മഹത്വം അതാ, ദൈവഹിതം വെളിപ്പെടും. ദൈവഹിതമെന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും പ്രവാചകന്മാരിലൂടെയാണ് ദൈവഹിതം ചോദിക്കുന്നത്. എന്നാൽ അതിന് അത്രയും ബന്ധപ്പെടുന്നുമില്ലെന്നേ. നീ പ്രാർത്ഥിക്ക്, അവിടെ ദൈവഹിതം വെളിപ്പെട്ടു വരും. രണ്ട് നിലയിലാണ് ഹിതം. ഒന്ന്, അനുവദനീയമ ദൈവഹിതമുണ്ട്, പൂർണ്ണമായ ദൈവഹിതമുണ്ട്. പെർമിസീവ് വില്ലും പെർഫെക്റ്റ് വില്ലും രണ്ടാണ്. ഈ പെർമിസീവ് വില്ല്, അതായത് അനുവദനീയമായ ദൈവഹിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആപ്ലിക്കേഷൻ എഴുതുന്നു, പേരും എഴുതുന്നു, അതിൻ്റെ ഇൻസ്ട്രക്ഷനും എഴുതുന്നു, ഫോർ ഓഫീസ് യൂസ് ഓൺലി. അവിടെ നമ്മുടെ സീലും അടിക്കുന്നു. പിന്നെ അടി മാത്രം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ഒപ്പിട്ടേക്കണം. അങ്ങനെ കർത്താവ് മാത്രം സീല് വരെ നമ്മൾ ഉണ്ടാക്കി. അവസാനം ഒപ്പ് മാത്രം കർത്താവിനെ കൊണ്ടിടിക്കുന്നതാണ്, ബാക്കി മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്നാണ്. ഇതാണ് പെർമിസീവ് വില്ല്, അനുവദനീയമായ ഹിതം. പക്ഷെ ഒരു അപകടമുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് അനുവദനീയമായ ഹിതം ദൈവത്തിൽ നിന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ദൈവത്തെ നമ്മുടെ ഹിതത്തിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ അനർത്ഥം കൂടെ നമ്മൾ അനുഭവിക്കണം. ബിലയാം ദൈവത്തിൻ്റെ ശബ്ദം കൊണ്ട് പോകരുത്, പക്ഷേ പോകാൻ ദൈവം പറഞ്ഞില്ല, പോകരുത്. പക്ഷെ വീണ്ടും പുള്ളിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഒന്നുകൂടെ ചെന്ന് പ്രാർത്ഥിച്ചു, പോകട്ടെ. അപ്പോൾ കോപത്തിൽ ദൈവം പറഞ്ഞു പോകാൻ. അപ്പോൾ ഇതിൽ ദൈവഹിതം ഏതായിരുന്നു? പൂർണ്ണമായ ദൈവഹിതം, പോകരുതെന്ന്. എന്നാൽ പോകാൻ പറഞ്ഞതോ പെർമിസീവ് ഇല്ല, ചോദിച്ചു മേടിച്ചതാ. അതുകൊണ്ട് അനർത്ഥമെന്താ സംഭവിച്ചത്? അവനെ വാളാൽ കൊന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഓർക്കണം, ഇങ്ങനെ എത്രയെത്ര അപകടങ്ങൾ. ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞു, 15 സംവത്സരം ആയുസ് നീട്ടുന്ന കാര്യമല്ല പൂർണ്ണമായ ദൈവഹിതം, പകരം നീ ഗ്രഹകാര്യം ക്രമത്തിലേക്ക് നീ മരിച്ചു പോകും. പക്ഷേ എന്നാൽ തനിക്ക് സംഭവിച്ച അപജയം എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിലേക്ക് മുഖമുയർത്തി കരയാൻ തുടങ്ങി. കരഞ്ഞ് ദൈവത്തെ കൊണ്ട് തിരുത്താൻ തുടങ്ങുക. എന്താണ്? ദൈവമേ, എനിക്ക് 15 സംവത്സരം നീട്ടി വേണം. പിന്നീടുള്ള 15 സംവത്സരം ഏറ്റവും വലിയ കണ്ണുനീരിന് ഉടമയായി താൻ മാറിയെന്ന് പറയുമ്പോൾ ഓർക്കുക എത്ര അപകടമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു ആത്മീയന് പറയാൻ പറ്റേണ്ടത് പൂർണ്ണമായ ദൈവഹിതമാണ്. അതെന്താണ് പൂർണ്ണമായ ദൈവഹിതം? എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ പ്രസക്തിയില്ല, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, എനിക്ക് ദൈവഹിതം മാത്രം മതി. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവഹിതം മാത്രം മതി, എൻ്റെ കുടുംബത്തിൽ ദൈവഹിതം മാത്രം മതി, ദൈവം ആഗ്രഹിക്കുന്നു അത് മാത്രം മതി, ദൈവം തരുന്നത് മാത്രം മതി. അങ്ങനൊന്ന് പ്രാർത്ഥന മോഡിഫൈ ചെയ്താൽ ആ ദൈവഹിതത്തിൽ വരുന്ന അനർത്ഥങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും. ദൈവഹിതപ്രകാരം വരുന്നിടത്തെ വീഴ്ച ദൈവം ഹാൻഡിൽ ചെയ്യും. ദൈവഹിതപ്രകാരം നീ എടുത്ത തീരുമാനത്തിൻ്റെ താളപ്പിഴ ദൈവം പരിഹരിക്കും. പൂർണ്ണമായ ദൈവഹിതപ്രകാരം നീ ചുവട് വെക്കുന്ന ഓരോ ചുവട് വയ്പിലും അതിൻ്റെ പാതകളെ നേരെയാക്കാൻ ദൈവം വിശ്വസ്തനാ. അതിന് നാം തയ്യാറാകണം. ഇവിടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവഹിതം എന്തായിരുന്നു? ആ പ്രാർത്ഥന പാനപാത്രം മാറ്റുന്നതല്ല, പകരം ദൂതനെ ഇറക്കി ധൈര്യപ്പെടുത്തുന്നതായിരുന്നു അവിടുത്തെ ദൈവഹിതമെങ്കിൽ. ഏലിയാവിനെ കുറിച്ച് കേട്ടല്ലേ, ചൂരച്ചിറയുടെ തണലിൽ കിടക്കുമ്പോൾ ഏലിയാവിൻ്റെ ഉള്ളിലെ ഹിതമെന്താ? മരിച്ചാൽ മതി. പക്ഷേ പൂർണ്ണമായ ദൈവഹിതം എന്താണ്? മരണം കാണാതെ എടുക്കപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. അഗ്നി അശ്വങ്ങളിൽ ഉയരങ്ങളിലേക്ക് പോകുന്നതാണ് ദൈവഹിതം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ആ ഇരട്ടിപ്പങ്ക് അടുത്താൾക്ക് കൈമാറുന്നതാണ് ദൈവഹിതമെങ്കിൽ ആത്മാവ് വ്യക്തമായി ഇടപെടുന്നത് നിന്റെ പ്ലാൻ ഒന്ന് മാറ്റിക്കേ, നിന്റെ പദ്ധതി ഒന്ന് മാറ്റിക്കേ, നിന്റെ ചിന്തയൊന്ന് മാറ്റിക്കേ. ഇതേ പറ്റത്തുള്ളൂ, ഇതിനെ എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ, അത് നിന്റെ മാത്രം പദ്ധതിയാണ്. നിന്റെ കഴിവോ മിടുക്കോ എൻ്റെ ദൈവത്തിന് വേണ്ട. ദൈവഹിതത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന
നിന്നോട് ദൈവം പറയുന്ന ഒരു ഉറപ്പുണ്ട്. ദൈവഹിതം പെർഫെക്റ്റ് ആണ്, അത് നന്മയാണ്, അത് പ്രസാദമാണ്. അത് പ്രാപിച്ചെടുക്കാൻ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്ക്. ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറാക്. ദൈവമേ, നിന്റെ ഹിതമല്ലാതെ ഒന്നും എന്നിൽ സംഭവിക്കരുത്. ദൈവഹിതം. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മഹത്വം പ്രാർത്ഥനയിൽ വിടുതലുണ്ടെന്നുള്ളതാണ്. ദൈവസഭ പത്രോസിനു വേണ്ടി, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനു വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്നു. സഭ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. കാരാഗ്രഹത്തിൻ്റെ അകത്ത് ദൂതനിറങ്ങി പത്രോസിനെ പുറത്തെടുക്കുമ്പോൾ, ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ ഒരിക്കലും അസാധ്യമെന്ന് കരുതുന്ന ചില മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന മേഖലകളിൽ ദൈവിക വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ്. പത്രോസിന് വേണ്ടി ദൂതൻ ഇറങ്ങിയതുപോലെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ആയിരിക്കും, പക്ഷേ നിന്റെ തലമുറയോ നിന്റെ പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ കിലോമീറ്ററുകൾക്കപ്പുറത്തായിരിക്കും. അവിടെ ദൂതനെ ഇറക്കി വിടിവിപ്പാൻ കെൽപ്പുള്ളവൻ ഇന്നിടപെടുന്നത്. പ്രാർത്ഥന മുടക്കിക്കളയല്ലേ. പ്രാർത്ഥനാ മുറിയിൽ വേദി കണ്ടെത്തിക്കോണേ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഏക വഴി പ്രാർത്ഥനയാണ്. അവിടെ പറയുന്നൊരു പദമുണ്ട്, പത്രോസ് യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നത്, പ്രാർത്ഥിക്കാമോ? ശത്രുവിൻ്റെ പ്രതീക്ഷയെ തകർത്ത് നിനക്കൊരു വിടുതൽ തരാൻ പോകുകയാണ്. ശത്രുവിൻ്റെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് നിനക്കൊരു ഭാവി തരാൻ പോകുകയാണ്. ശത്രുവിൻ്റെ പ്രവൃത്തിയെ തകിടം മറിച്ചുകൊണ്ട് നിനക്ക് കുടുംബം തരാൻ പോകുകയാണ്. ശത്രുവിൻ്റെ പ്രവൃത്തിയെ തകിടം മറിച്ചുകൊണ്ട് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ശത്രുവിൻ്റെ പ്രവൃത്തിയെ, ആ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് നിനക്ക് വിദേശം നന്മ തരാൻ പോകുകയാണ്. ശത്രുവിൻ്റെ ആ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വിടുതൽ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കുടുംബങ്ങളോട് വ്യക്തമായി ഇടപെടുകയാണ്. രോഗം നിന്റെ മേൽ കരുതലിൽ വീഴ്ത്തിയെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് രോഗം നിന്റെ മേൽ വെച്ച പ്രതീക്ഷ നിരാശയുടെയാണെങ്കിൽ വചനത്താൽ പ്രാർത്ഥനയാലുള്ളൊരു സൗഖ്യം നിന്റെ ജഡത്തിൽ വെളിപ്പെടാൻ പോകുകയാ. നിന്റെ തലമുറ വഴിപിഴച്ചു, ഇനി ഒരിക്കലും വരില്ല. പക്ഷേ ആ പ്രതീക്ഷയെ തിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രതീക്ഷ വെളിപ്പെടുക. എന്താണെന്നറിയാമോ? ദൈവഹിതം. ശത്രുവിന്റെ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന ദൈവഹിതം ഈ നിമിഷം കുടുംബങ്ങളിൽ ക്ഷണിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കേ. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ഏറ്റവും വലിയ ദൈവശക്തിയുടെ വേദിയായി പ്രാർത്ഥന മാറാൻ പോവുകയാണ്. അതെ, പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളെ കാണുന്നു, ചില തലമുറകളെ നിരാശയോടെയാണ്, വേദനയോടെയാണ് ആയിരിക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെ ബലഹീനത ഏറിക്കൊണ്ട ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നീ ആയിരിക്കുന്നത്. കൊച്ചുമക്കളെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില വൃദ്ധജനങ്ങളെ ആത്മാവ് കാണുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, കലങ്ങാതെ. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രവൃത്തി ചെയ്യാൻ കഴിയും. നിന്റെ വാക്കിന് പരിധിയുണ്ട്, നിന്റെ ആരോഗ്യത്തിന് പരിധിയുണ്ട്, പക്ഷേ പ്രാർത്ഥന വലിയ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിക്കൂ. വിടുതൽ നടക്കാൻ പോകുകയാണ്. ചില രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ചില രോഗത്തിൻ്റെ ചങ്ങലകൾ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയാൻ പോവുകയാണ്. കർത്താവേ, അവിടുന്ന് അധികാരത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥനയുടെ മഹത്വം ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങട്ടെ. ഇവരുടെ പ്രതികൂലങ്ങൾ അഴിയട്ടെ, നിരാശകൾ മാറട്ടെ. ഇവരെ അലട്ടുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ പദ്ധതികളെയും ഞങ്ങൾ ശാസിച്ചു പുറത്താക്കുന്നു. ഒരു വലിയ വിടുതൽ പകർന്നാട്ടെ, ഒരു വലിയ വിടുതൽ പകർന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.